കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം തരം അരിപ്പായസമാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. പ്രഷർ കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ ഇതിന് തേങ്ങാപ്പാൽ ആവശ്യമില്ല. നമ്മൾ പശുവിൻ പാൽ വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിന്ന് പായസത്തിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉണക്കലരിയാണ്. 240 മില്ലി അളവിലുള്ള 1 കപ്പിൽ 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഉണക്കലരി അല്ലെങ്കിൽ പായസം അരി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന വീട്ടിലൊക്കെ ഈ ഒരു അരി ഉണ്ടാവും. തരക്കി അരി എന്നാണ് പറയുക. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉമ്മാമയൊക്കെ ഉണ്ടാക്കാറുണ്ട്. തരക്കി അരിയുടെ പായസം എന്ന് പറഞ്ഞിട്ട് തരക്കി അരി വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ അരി തന്നെയാണിത്. അപ്പോൾ തരക്കി അരി അല്ലെങ്കിൽ ഈ ഒരു ഉണക്കലരി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പച്ചരി വെച്ചിട്ട് അല്ലെങ്കിൽ ജീരകശാല അരി, ബസ്മതി അരി ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം. പക്ഷേ ഈ ഒരു ഉണക്കലരി അല്ലെങ്കിൽ തരക്കി അരി ഉണ്ടെങ്കിൽ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഉണക്കലരി തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ ഞാനിതൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. നമുക്ക് സമയമില്ലെങ്കിൽ കഴുകി ഉടനെ തന്നെ ഉണ്ടാക്കാം. 1-2 വിസിലധികം അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ ഞാനിങ്ങനെ കുതിർത്ത് വെക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂർ വരെ നമ്മുടെ അരി നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഈ അരി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഒറ്റ പ്രാവശ്യം മതി കേട്ടോ. നമ്മൾ നേരത്തെ കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ച് വെച്ചത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം അരി ഞാനൊരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാനിന്ന് കുക്കറിലാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. സാധാരണ പാത്രത്തിലും ഉണ്ടാക്കാം, കുറച്ചധികം സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുക്കറിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് 2 വിസിൽ കൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. അതുകൊണ്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ശർക്കരയാണ്, അതായത് വെല്ലം. 6 ചെറിയ പീസ് വെല്ലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ 1 കപ്പ് റൈസിന് നല്ല പാകത്തിനുള്ള മധുരമായിരിക്കും. നിങ്ങൾക്ക് മധുരം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കിലോഗ്രാം വരെ, അതായത് ഒരു 5 പീസ് വെല്ലം എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ശർക്കരയും വെള്ളവും കൂടി ഒരുമിച്ച് അടുപ്പത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ശർക്കര മുഴുവനും മെൽറ്റായിട്ട് വരണം. അത്രയും സമയം നമുക്കിതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ വെള്ളം മുഴുവനും മെൽറ്റായി വന്നിട്ടുണ്ട്. ഒട്ടും പൊടിയൊന്നും തന്നെ ഇല്ല, മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇങ്ങനെ മുഴുവൻ മെൽറ്റായി നല്ലപോലെ ഒന്ന് തിളച്ച് മെൽറ്റായാൽ മാത്രം മതി. കുറേ സമയമൊന്നും വെച്ച് വേവിക്കണ്ട. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അരി കണ്ടില്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്, വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മളിനി ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ നമുക്കിങ്ങനെ അരി പോലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ തരികളാണ് വേണ്ടതെങ്കിൽ നല്ലോണം ഉടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അധികം ഉടച്ചു കൊടുക്കുന്നില്ല, ഇങ്ങനെ അരിയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ തരികളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച മുഴുവൻ ശർക്കരയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ മധുരം കൂടിപ്പോകുന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഞാനിത് മുഴുവനും ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങയാണ് ചേർക്കുന്നത്. നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, പകരം തേങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ തേങ്ങയുടെ ആ ഒരു തേങ്ങ കടിക്കുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് തേങ്ങ ഒഴിവാക്കാവുന്നതാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചൊരു 2-3 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും കുറവായിട്ടാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. കാരണം ശർക്കരയിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറേ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് പശുവിൻ പാലാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തതുകൊണ്ട് ഈ ഒരു പാലില്ലെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും പായസം. പാല് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ പാല് വേണ്ടാന്നുള്ളവർക്ക് പാല് ചേർക്കാതെ ആ തേങ്ങ മാത്രം ചേർത്തിട്ടും പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് പശുവിൻ പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പായസം കുറച്ചധികം തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വരെ ചൂടുവെള്ളം കൂടി ഒരു പായസത്തിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം പായസം കുറച്ചൊന്ന് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി തിക്കായിട്ട് മാറും. അതുകൊണ്ട് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കിയിട്ടോ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ വരെ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജീരകം പൊടിച്ചത് അതുപോലെ ചുക്ക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഏലക്കായ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് പായസം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഒറ്റ പ്രാവശ്യം ഒന്ന് തിളച്ച് വന്നാൽ മതി, കുറേ അങ്ങ് തിളക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇതാ നല്ലതുപോലെ നമ്മുടെ പായസം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഈ പായസത്തിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാത്രം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം, പശുവിൻ നെയ്യ്. അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഡാർക്ക് കളറാവുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം, ബദാമിൻ്റെ പീസ് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ കശുവണ്ടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കശുവണ്ടി മുന്തിരിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് പായസത്തിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചാൽ മതി, ചൂടാക്കാനൊന്നും നിൽക്കണ്ട. ഇതിപ്പോൾ കശുവണ്ടി വറുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നെയ്യൊന്ന് ചൂടാക്കിയത്. അപ്പോൾ അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പായസത്തിലേക്ക് ഡയറക്റ്റ് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ പായസം ചൂടോടുകൂടെ തന്നെ ഞാൻ സെർവ് ചെയ്യാണ്. ഇതുപോലെ ഒരു വാഴയിലയിൽ ഈ ഒരു പായസം, ഈ ഒരു അരിപ്പായസം നമ്മുടെ വാഴയിലയിൽ വിളമ്പിയിട്ട് കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം അധികം ഫ്രഷ് അല്ലാത്ത ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന വാഴയിലയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് വാഴയിലുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് കുടിച്ച് നോക്കൂ, ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നല്ല അടിപൊളി പായസമാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ സമയമൊന്നും ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അടിപൊളി അരിപ്പായസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്